അള്ളാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ രോഗങ്ങൾ ഇല്ലാതാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ കാവൽ കിട്ടാൻ മഹാന്മാർ നിർദ്ദേശിച്ച ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കാവൽ നൽകപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകപ്പെടാൻ മഹാന്മാർ നമുക്കൊരു സൂറത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പേര് രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരും ഈ മഹത്തായ സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്യണം. എല്ലാവരും പാരായണം ചെയ്യണം. അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. പഠിച്ചവനെ നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും പലവിധ ദുഃഖങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ്. നാം നമ്മുടെ വിഷമങ്ങൾ പറയേണ്ടിയുള്ളത് ആരോടാണ്? പൂർണ്ണമായും അള്ളാഹുവിനോടാണ്. അള്ളാഹു മാത്രമാണ്. അവൻ വിചാരിച്ചാലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നേരെയാക്കാൻ കഴിയുകയുള്ളൂ. ലോകത്ത് ആര് വിചാരിച്ചാൽ കഴിയില്ല. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയാവുകയുള്ളൂ മുഅ്മിനീങ്ങളെ. അല്ലാതെ ഒരു പ്രശ്നം, ഒരു വിപത്ത് വരുമ്പോൾ തകർന്നു പോകരുത്. മറിച്ച് നമ്മൾ വലിയ വിഷമങ്ങളില്ലാതെ, മറിച്ച് നമ്മൾ എന്താണ് വിചാരിക്കേണ്ടിയുള്ളത്? നമ്മൾ വിചാരിക്കേണ്ടിയുള്ളത് എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്നൊരാത്മധൈര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ രൂപത്തിലോ ഭാവത്തിലോ അല്ല നോക്കുന്നത്, മറിച്ച് അവൻ നമ്മുടെ ഹൃദയങ്ങളിലാണ് നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് വെളുത്തതോ കറുത്തതോ ചുവന്നതോ ഒന്നുമല്ല, ആ മനുഷ്യന്റെ ഹൃദയത്തിലാണ് അള്ളാഹു നോക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ കാവൽ കിട്ടാൻ മഹാന്മാർ നിർദ്ദേശിച്ച ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച ഈ സൂറത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ആലിമീങ്ങളും പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്ന ഈ സൂറത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ധാരാളം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. എല്ലാം തരാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അല്ലാഹുവാണ് എല്ലാം തരാൻ കഴിവുള്ളവൻ. അവനെ മറന്നുള്ള ജീവിതം നമുക്ക് എന്തിനാണ് മുഅ്മിനീങ്ങളെ? നിന്റെ ജീവിതത്തിൽ നിന്നെ കൈയൊഴിയാൻ കഴിയാത്ത ഒരു കൂട്ടുകാരനെയാണ് നിനക്ക് വേണ്ടിയിട്ടുള്ളത്, അല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ വിഷമമോ അല്ലെങ്കിൽ ഒരു പരിഭവമോ പരാതിയോ വന്നാൽ നമ്മളെ കൈയൊഴിയാത്ത ഒരു കൂട്ടുകാരനെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിനക്ക് താങ്ങുന്നതുമായ ഒരു കൂട്ടുകാരൻ നിനക്ക് വേണോ? നിന്റെ വിഷമങ്ങൾ മറ്റൊരാളെക്കാളും എത്രയോ നേരത്തെ നിന്റെ ജീവിതത്തിലെ വിധിവിലക്കുകളെയും നിനക്ക് വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് വേണോ എങ്കിൽ അത് നിന്റെ അല്ലാഹു മാത്രമാണ്, നിന്റെ റബ്ബ് മാത്രമാണ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം പരമാവധി അല്ലാഹുവിലേക്ക് നാം ഏൽപ്പിക്കുക. തീർച്ചയായും അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ അല്ലാഹുവിനെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ അറിഞ്ഞ് അവരിലേക്കെല്ലാം പരമേൽപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അപ്പൊ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിച്ചാൽ അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നതാണ്. മഹത്തുക്കളായ സഹാബാക്കളുടെ ചരിത്രം അങ്ങനെയല്ലായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അലാഉൽ ഹറമി റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടമായിരുന്നു. ഒന്ന് രണ്ട് ചരിത്രങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനുണ്ടായ കാരണങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനവറുകൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചൊരു സഹാബിയാണ്. ഒരുപാട് കറാമത്തുകൾ മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനവറുകൾ മരണപ്പെടുമ്പോൾ അവർ ഉണ്ടായിരുന്ന സ്ഥലത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും വെള്ളമില്ലായിരുന്നു.
കബർ കുഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്നു. ഞങ്ങൾ പേടിച്ചു പോയ പറയാണ്, മരണപ്പെട്ട സ്ഥലത്ത് വലിയ വരൾച്ചയായിരുന്നു. ഭൂമിയാണെങ്കിൽ വരണ്ട് കിടക്കുന്നു. കുളിപ്പിക്കാൻ പോലും വെള്ളമില്ലായിരുന്നു. കബർ കുഴിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ഭൂമി വരണ്ട് ഉണങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. എങ്ങനെയാണ് കുളിപ്പിക്കുക? അത് മാത്രമല്ല, എങ്ങനെ കബർ കുഴിക്കും പടച്ചവനെ? മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാനവറുകളുടെ നേരെ മേഘം വന്നുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നോക്ക്, മേഘം വന്നുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴവെള്ളത്തിലാണ് മഹാനവറുകളെ നമ്മൾ കുളിപ്പിച്ചത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് കുത്തിയാൽ കുഴിയെടുക്കാവുന്ന നിലയിൽ മണ്ണ് വളരെ സോഫ്റ്റ് ആവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, വാളുകൊണ്ടൊന്ന് കുത്തിയാൽ പോലും നല്ലവണ്ണം മണ്ണ് ഇളവത്തക്ക രീതിക്ക് സോഫ്റ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഈ മഹാനീയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെട്ടത് മുഅ്മിനീങ്ങളെ, അല്ലേ? പിന്നെയും മഹാനവറുകൾ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ഏത് അവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കാൻ കഴിവുള്ളത് ഒരേ ഒരു റബ്ബ് മാത്രമാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിനെ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. അല്ലാഹുവിനോട് നമ്മുടെ പരാതികൾ, പരിഭവങ്ങൾ നമ്മൾ പറയണം മുഅ്മിനീങ്ങളെ. എല്ലാം നമ്മുടെ പരാതികൾ കേൾക്കാനും പരിഭവങ്ങൾ കേൾക്കാനും എല്ലാം പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു, അതിന് പടച്ചവൻ ഖാലിഖായ റബ്ബ് നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ രോഗങ്ങൾ ഇല്ലാതാകാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ കാവൽ കിട്ടാൻ മഹാന്മാർ നിർദ്ദേശിച്ച ഒരു ചെറിയ സൂറത്തിനെ പറ്റിയിട്ടാണ്. ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സൂറത്താണ്. പക്ഷെ അതിന്റെ മഹത്വം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഓതാതിരിക്കുകയില്ല. അത്രത്തോളം മഹത്വമുള്ളൊരു സൂറത്താണ്. അത്രത്തോളം മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഏതാണ് ആ സൂറത്ത്? ഏതാണ്? സൂറത്തുൽ മുൽക്ക്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങൾ 3 വട്ടം പാരായണം ചെയ്ത് നോക്കൂ. എന്നാൽ നിങ്ങൾ ഓതിയ ആ വീട്ടിൽ എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും പൈശാചിക ഇടങ്ങേറുകളെ തൊട്ടും അല്ലാഹു കാവൽ നൽകുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ആ സൂറത്തുൽ മുൽക്ക് നമ്മൾ എപ്പോഴാണ് ഓതേണ്ടത്? ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങളത് ഓതി നോക്കും നിങ്ങളെ. ആ ഭവനത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കും. കണ്ണേറുകളിൽ നിന്നും, കമ്പേറുകളിൽ നിന്നും, മാരണങ്ങളിൽ നിന്നും, കൂടോത്രങ്ങളിൽ നിന്നും, അസൂയാലുക്കളുടെ ശത്രുതയിൽ നിന്നും, അതുപോലെ തന്നെ ചതിയന്മാരുടെ ചതികളിൽ നിന്നും എല്ലാം അല്ലാഹു കാക്കപ്പെടുന്ന ഒരു മഹത്തായ സൂറത്താണ് മുഅ്മിനീങ്ങളെ. അപ്പൊ സൂറത്തുൽ മുൽക്ക് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു ചെറിയ സൂറത്താണല്ലേ. ഞങ്ങളൊക്കെ ആ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക് ഒരിക്കലും നമ്മൾ പാഴാക്കാറില്ല. ഹബീബായ നബി തങ്ങൾ തന്റെ ജീവിതത്തിൽ അത് പാഴാക്കിയിട്ടില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെ നിങ്ങൾ സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പാരായണം ചെയ്തു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും പൈശാചിക ഇടങ്ങേറുകളെ തൊട്ടും അല്ലാഹു കാവൽ നൽകും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം കണ്ണേറും പൈശാചിക ഉപദ്രവങ്ങളുമാണ്. ഈ ചെറിയ 30 ആയത്തുകൾ മാത്രമുള്ള, എത്ര ആയത്താണ്? 30 ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ 30 ദിവസത്തെ കാവൽ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ ചെറിയ സൂറത്തിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 30 ദിവസത്തെ കാവൽ അല്ലാഹു നൽകുന്നതാണ്. ഇത് ആർക്കും പറഞ്ഞുകൂടാത്ത രഹസ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പൊ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതണം. അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, സിഹ്ർ, നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ
എല്ലാത്തിനും ഈ സൂറത്ത് പറ്റിയതാണ്. ഈ സൂറത്ത് നമ്മുടെ ഭവനത്തിന് കാവലാണ്. നാം സൂറത്തുൽ മുൽക്ക് ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ അല്പ വെള്ളം എടുക്കുക. എന്നിട്ട് സൂറത്തുൽ മുൽക്ക് 3 പ്രാവശ്യം നമ്മൾ ഓതുകയും ആ വെള്ളത്തിൽ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുകയും ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ബാക്കി വെള്ളം വീട്ടിൽ തളിക്കുകയും കുളിക്കുകയും ചെയ്യുന്നതോടെ നിന്റെ പൈശാചികതയും അവന് ഏൽക്കുന്ന രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇടങ്ങേറാക്കുന്ന എല്ലാ ബുദ്ധിമുട്ടാക്കുന്ന എല്ലാത്തിൽ നിന്നും ശമനം നൽകുകയും അള്ളാഹു നൽകപ്പെടുന്നതാണ്. അപ്പോൾ കാവൽ കിട്ടുന്ന ഒരു മഹത്തായ സൂറത്താണ് മുഅ്മിനീങ്ങളെ. അപ്പോൾ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഈ സൂറത്ത് നോക്കൂ. പിന്നെയും ധാരാളം മഹത്വമുണ്ട്. സൂറത്തുൽ മുൽക്ക് നിത്യമായി ഓതുന്ന ആൾക്ക് അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് നിങ്ങൾ. അപ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ആരും ഓതാതിരിക്കല്ലേ മുഅ്മിനീങ്ങളെ. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓതണം. അള്ളാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരു സൂറത്താണ്. അപ്പൊ ഈ സൂറത്ത് നിങ്ങൾ എല്ലാവരും പാരായണം ചെയ്യുക. പൈശാചികമായ ഉപദ്രവങ്ങളിൽ എല്ലാം അല്ലാഹു കാക്കപ്പെടുന്ന ഒരു മഹത്തായ സൂറത്താണ്. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഐശ്വര്യങ്ങൾ നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശുഭയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരവേദനകൾ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ് റബ്ബേ. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, നീ ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുണ്ട് അല്ലാഹുവേ, ഭവനം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളൊക്കെ വാടക വീടുകളിലാണ് റബ്ബേ. പലരും നീ സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ വീടുകളിൽ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവിടെ മക്കൾ പലരും വിവാഹപ്രായമെത്തി നിൽക്കുന്നു അല്ലാഹ്. സാലിഹീങ്ങളായ അവരേക്ക് നീ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഈ ഭൂമിയിൽ നിന്നെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, മാറ്റപ്രമേഹം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കളും നാട്ടിനും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ച പല മുഅ്മിനീങ്ങളും മരണപ്പെട്ടു പോയി റബ്ബേ. അവിടെ എല്ലാ ഖബറിടങ്ങളും സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റസൂലേ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മധുകൾ പറഞ്ഞ മജ്ലിസാണ് റബ്ബേ. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.